ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന ചാപ്റ്ററിലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നദീതട സംസ്കാരങ്ങളിലൂടെ എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, പ്രാചീന മെസപ്പൊട്ടേമിയയിലെ 3 നഗരങ്ങളുടെ പേരെഴുതുക. പ്രാചീന മെസപ്പൊട്ടേമിയയിലെ 3 നഗരങ്ങളുടെ പേരെഴുതുക. ഊർ, ഉറൂഖ്, ലഗാഷ്. ഊർ, ഉറൂഖ്, ലഗാഷ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈജിപ്ഷ്യൻ മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളുടെ പൊതു സവിശേഷതകൾ എഴുതുക. ഈജിപ്ഷ്യൻ മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളുടെ പൊതു സവിശേഷതകൾ എഴുതുക. 1. വെങ്കലത്തിൻ്റെ ഉപയോഗം. 2. എഴുത്തുവിദ്യ. 3. കലണ്ടർ. 1. വെങ്കലത്തിൻ്റെ ഉപയോഗം. 2. എഴുത്തുവിദ്യ. 3. കലണ്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗണിതശാസ്ത്ര രംഗത്തെ മെസപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ എന്തെല്ലാം? ഗണിതശാസ്ത്ര രംഗത്തെ മെസപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ എന്തെല്ലാം? ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയെ സംബന്ധിച്ച അറിവ്. ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയെ സംബന്ധിച്ച അറിവ്. അടുത്ത ക്വസ്റ്റ്യൻ, മെസപ്പൊട്ടേമിയൻ കലണ്ടറിൻ്റെ സവിശേഷതകൾ എഴുതുക. കലണ്ടറിൻ്റെ സവിശേഷതകൾ. 1. ചന്ദ്രനെ അടിസ്ഥാനമാക്കിയ കലണ്ടറാണ്. ഒരു വർഷത്തിൽ 12 മാസം, ഒരു മാസത്തിൽ 4 ആഴ്ച, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ. ചന്ദ്രനെ അടിസ്ഥാനമാക്കിയ കലണ്ടർ ഒരു വർഷത്തിൽ 12 മാസം, ഒരു മാസത്തിൽ 4 ആഴ്ച, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ശാസ്ത്രരംഗത്ത് ഈജിപ്തുകാരുടെ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാം? ശാസ്ത്രരംഗത്ത് ഈജിപ്തുകാരുടെ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാം? 1. ഈജിപ്ഷ്യൻ കലണ്ടർ. 2. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തീർണം കണ്ടുപിടിച്ചു. 3. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം. 4. ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം. 1. ഈജിപ്ഷ്യൻ കലണ്ടർ. 2. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തീർണം കണ്ടുപിടിച്ചു. 3. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം. 4. ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം. അടുത്ത ക്വസ്റ്റ്യൻ, ഈജിപ്ഷ്യൻ കലണ്ടറിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കുക. ഈജിപ്ഷ്യൻ കലണ്ടറിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കുക. 1. സൂര്യനെ അടിസ്ഥാനമാക്കിയതാണ് ഈജിപ്ഷ്യൻ കലണ്ടർ. 2. വർഷത്തെ 365 ദിവസങ്ങളാക്കി. 3. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങൾ. 4. 5 ദിവസങ്ങൾ ആഘോഷങ്ങളാക്കി മാറ്റി. ഈജിപ്ഷ്യൻ കലണ്ടർ സവിശേഷതകൾ: സൂര്യനെ അടിസ്ഥാനമാക്കിയത്, വർഷത്തെ 365 ദിവസങ്ങളാക്കി, 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളാക്കി, 5 ദിവസങ്ങൾ ആഘോഷങ്ങളാക്കി മാറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 1. നൈൽ നദിയുടെ തീരത്ത് രൂപം കൊണ്ടു. ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം രൂപം കൊണ്ടത്. അടുത്തത്, ഈജിപ്തിലെ പ്രധാന തൊഴിലായിരുന്നു കൃഷി. കൃഷിയായിരുന്നു അടിസ്ഥാന തൊഴിൽ. പ്രധാന തൊഴിൽ കൃഷി, അതുപോലെ നെയ്ത്ത്, സ്ഫടികപാത്ര നിർമ്മാണം എന്നിവയായിരുന്നു. അടുത്തത്, ഫറോവ, മമ്മികൾ, പിരമിഡ്. എന്താണ് ഫറോവ? പുരാതന ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറോവ എന്നാണ്. പുരാതന ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ഫറോവ. അതുപോലെ മൃതശരീരം കേടുവരാതെ സൂക്ഷിക്കുന്ന രീതി ഈജിപ്തിലുണ്ടായിരുന്നു. ഇങ്ങനെ സൂക്ഷിക്കുന്ന മൃതശരീരം മമ്മി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡ്. അപ്പോൾ മൃതദേഹം കേടുവരാതെ സൂക്ഷിക്കുന്ന രീതിയെയാണ് മമ്മി എന്ന് പറയുന്നത്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡ്. അടുത്ത പ്രധാന സവിശേഷത പറയുന്നത് എഴുത്തുവിദ്യ. പ്രാചീന ഈജിപ്ഷ്യൻ ജനത രൂപപ്പെടുത്തിയ എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് എന്ന അതിനർത്ഥം വിശുദ്ധമായ എഴുത്താണ്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് അതിനർത്ഥം. അടുത്തൊരു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതയാണ് കലണ്ടർ. സൂര്യനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ കലണ്ടർ. അതുപോലെ പ്രതിമ നിർമ്മാണത്തിലും അവർ ഏർപ്പെട്ടിരുന്നു. അതുപോലെ ശാസ്ത്രരംഗത്തും മികച്ച പുരോഗതി അവർ കൈവരിച്ചിരുന്നു. അപ്പോൾ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നൈൽ നദിയുടെ തീരത്ത് രൂപം കൊണ്ടു. അതുപോലെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അതുപോലെ നെയ്ത്ത്, സ്ഫടികപാത്ര നിർമ്മാണത്തിലും അവർ ഏർപ്പെട്ടിരുന്നു. അതുപോലെ ഫറോവ രാജാക്കന്മാർ, മമ്മികൾ, പിരമിഡ്, എഴുത്തുവിദ്യ, ഹൈറോഗ്ലിഫിക്സ്, കലണ്ടർ, പ്രതിമാ നിർമ്മാണം, ശാസ്ത്രരംഗം ഇവയൊക്കെയാണ് പ്രധാന ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ സവിശേഷതകൾ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത്. നാളെ മറ്റൊരു വീഡിയോയുമായി വരാം. താങ്ക്